ഇനി അടുത്തത് വാക്ശുദ്ധിയാണ്. ആവർജകത്വം വർണ്ണാനാം സുവ്യക്തി സ്വരമാധുരീ പദാനാം സ്ഫുടതൗചിത്യം ലയോമി വചസോ ഗുണാഃ. 2 ശ്ലോകങ്ങളാണ് വാക്ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഗുരു മാറ്റി വെച്ചിട്ടുള്ളത്. വർണ്ണാനാം, അക്ഷരങ്ങളുടെ ആവർജകത്വം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ശക്തി. സുവ്യക്തി, വ്യക്തമായ സംസാരം. സ്വരമാധുരി, ശബ്ദമാധുര്യം. പദാനാം സ്ഫുടത, പദങ്ങളുടെ സ്പഷ്ടമായ പ്രതിപാദനം, ഉച്ചാരണം. ഔചിത്യം, യോഗ്യത. ലയഃ, ചേർച്ച. അമി, ഇവ. വചസ്സഃ, വാക്കിൻ്റെ. ഗുണാഃ, ഗുണങ്ങളാകുന്നു. നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു മേഖലയാണ് ഗുരുവിടെ പറയുന്നത്. വാക്ശുദ്ധി ഉണ്ടാകണം. നിങ്ങളുടെ ലാംഗ്വേജ്, ഭാഷ എത്രമാത്രം ശുദ്ധമാണ് എന്നതാണ്. നിങ്ങളുടെ ഭാഷ ശുദ്ധമാകണമെങ്കിൽ നിങ്ങളുടെ സംസ്കാരവും ശുദ്ധമാകണം. അസംസ്കൃത ചിത്തമുള്ള ഒരു വ്യക്തി പറയുന്നതെല്ലാം അസംസ്കൃതമായ ഭാഷയും അസംസ്കൃതമായ പദങ്ങളും അശ്ലീല സ്വരമുള്ള പദങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്തിയെടുക്കണം. ആ ഭാഷ മെച്ചപ്പെടുത്താനായിട്ട് ഗുരു പറയുന്നത് എന്താണെന്നറിയുമോ? വർണ്ണാനാം ആവർജകത്വം. വർണ്ണം എന്ന് പറഞ്ഞ അക്ഷരം. ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിൽ ആകർഷകത്വം ഉണ്ടായിരിക്കണം. വർണ്ണങ്ങൾ ചേർന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. വർണ്ണം എന്നാൽ അക്ഷരം എന്ന അർത്ഥമുള്ളൂ. ഈ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് പദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അക്ഷരങ്ങളിൽ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കാറില്ല, പറയാറില്ല. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൽ ആവർജകത്വം, അട്രാക്റ്റീവ്നെസ് ഉണ്ടാകുന്നത് നമ്മൾ ആ പദത്തിലെ ഓരോ അക്ഷരത്തിനും വേണ്ടത്ര പരിഗണന കൊടുക്കുമ്പോഴാണ്. അങ്ങനെ പരിഗണന കൊടുത്ത് പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്, നമ്മളൊരിക്കലും ഉണർന്ന ബോധത്തോടു കൂടി സംസാരിക്കുന്ന വ്യക്തികളല്ല. നമ്മൾ യാന്ത്രികമായി സംസാരിക്കുന്നവരാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വായിൽ നിന്ന് തെറിച്ച് വീഴുന്നതാണെന്ന് മാത്രം. അത് നിയന്ത്രിക്കാൻ പോലും നമുക്ക് കഴിയാറില്ല. ഒരു വാക്കിനെ നിയന്ത്രിക്കാനോ സംയമനം ചെയ്യാനോ നമുക്ക് കഴിയാറില്ല. അപ്പോൾ ആവർജകത്വം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പറയുന്നത് ആവർജകത്വമുള്ളതായിട്ട് തീരണമെങ്കിൽ എന്ത് വേണം? സുവ്യക്തി, വ്യക്തത വേണം. പറയുന്നത് വ്യക്തമായിട്ട് പറയാൻ കഴിയണം. പല ആളുകളും സംസാരിക്കുമ്പോൾ അവസാനത്തെ അക്ഷരം വിഴുങ്ങിക്കളയും. ചിലയിടത്ത് അനാവശ്യമായിട്ട് ഊന്നൽ കൊടുക്കും. ചിലപ്പോൾ ഉച്ചാരണത്തിൽ നിരവധി പിശകുകൾ കാണും. നമുക്കറിയാം, അക്ഷരമാലയിൽ ഇന്ന ഇന്ന അക്ഷരങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ ബലം കൊടുത്ത് പറയേണ്ടതാണ്. അത് നമ്മൾ ആ ബലം കൊടുക്കുന്നത് വേണ്ടത്ര കൊടുക്കാറില്ല. ഇപ്പോൾ ദയ എന്ന് പറയുന്നതും ധനം എന്ന് പറയുന്നതും ദ എന്നത് 2 തരത്തിലുള്ള ഉച്ചാരണമാണ്. പലപ്പോഴും ചില ആളുകൾ ദയ എന്നും ധനം എന്നും പറയും. അത് തെറ്റാണ്. ധനം എന്ന് തന്നെ ഊന്നൽ കൊടുത്ത് പറയണം. അത് ധ എന്നതാണ്, മറ്റേ ദയയാണ്. ദയയും ധനവും തമ്മിൽ വളരെ അന്തരമുണ്ട്. അപ്പോൾ ആ ദകാരത്തിന് തന്നെ ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം, ഇങ്ങനെ 5 തരത്തിൽ ഊന്നൽ കൊടുക്കുന്ന ഭാഷയുടെ സൗന്ദര്യം നമ്മൾ അതൊരിക്കലും ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മൾ ആ ഭാഷയുടെ ആവർജകത്വം ഉപയോഗിക്കുന്നതേയില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമാണ് സുവ്യക്തി, ക്ലാരിറ്റി എന്നത് ഉണ്ടാകുന്നുള്ളൂ. ഭാഷയുടെ ക്ലാരിറ്റിക്ക് പുറമെ സ്വരമാധുരി, സ്വീറ്റ്നെസ് ഓഫ് ദ ലാംഗ്വേജ്, ഭാഷയുടെ സ്വീറ്റ്നെസ് ഉണ്ട്, മാധുര്യം. നിങ്ങളുടെ ശബ്ദത്തിന് മാധുര്യം ഉണ്ടായിരിക്കണം. ശബ്ദത്തിൻ്റെ മാധുര്യം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഇമ്പമുണ്ടാക്കും.
ചില ആളുകൾ സംസാരിച്ച് വരുമ്പോൾ പാറപ്പുറത്തിട്ട് ഉരയ്ക്കുന്നത് പോലെ ആയിരിക്കും. സ്വരമാധുര്യം തീരെ ഉണ്ടായിരിക്കില്ല. ഏറെക്കുറെയൊക്കെ പദങ്ങളുടെ ഭാഷയുടെ സ്വരമാധുര്യം ജന്മനാ തന്നെ ലഭിക്കുന്നതാണ്. അതിൽ കുറച്ചുകൂടി നമുക്ക് ബോധപൂർവം ഇടപെടുകയാണെങ്കിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും ആ സ്വരത്തെ. സ്വരം എല്ലാം അനുഗ്രഹീതമാണ്, ജന്മനാ ലഭിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയും ആ സ്വരത്തെ. അപ്പോൾ സ്വരമാധുര്യം ഉണ്ടായിരിക്കണം. ശബ്ദങ്ങൾ, പദങ്ങൾ, വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അതിൽ സ്വരമാധുര്യം ഉണ്ടായിരിക്കണം. പദാനാം സ്ഫുടത, പദങ്ങളുടെ സ്ഫുടമായ സ്പഷ്ടമായ പ്രതിപാദനം. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നല്ല ഒരു ഫൊണറ്റിക്സ് ഉണ്ട്. ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞ ഉച്ചാരണ ശാസ്ത്രം. പക്ഷെ മലയാളത്തിൽ നമുക്ക് അത്തരം ഒരു സ്വനശാസ്ത്രം, ഉച്ചാരണശാസ്ത്രം വേണ്ട വിധത്തിൽ ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് നമ്മൾ കണ്ണൂരുകാർ സംസാരിക്കുന്നതും തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്നതും കോട്ടയത്തുകാരും എറണാകുളത്തുകാരൊക്കെ സംസാരിക്കുന്നത് പലതരത്തിലാണ്. ഫൊണറ്റിക്സിന് ഒരു ഏകീകൃതമായ മാനം ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭാഷാശാസ്ത്രം ചെറുപ്പത്തിലെ നമുക്കൊന്ന് കരഗതമായിട്ട് തീരുകയാണെങ്കിൽ പദങ്ങളെ സ്ഫുടമായിട്ട് സ്പഷ്ടതയോടുകൂടിയിട്ട് ഉച്ചരിക്കാനും പ്രതിപാദിക്കുവാനും നമുക്ക് കഴിയും. അത് നമ്മുടെ ലാംഗ്വേജിൻ്റെ, വാക്കിൻ്റെ ശുദ്ധിയാണ്. പ്യൂരിറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറയും. ഇനി പറയുന്നു ഔചിത്യം. നിങ്ങൾ സംസാരിക്കുമ്പോൾ അനൗചിത്യത്തോടുകൂടി സംസാരിക്കരുത്, ഇടയിൽ കയറി സംസാരിക്കരുത്, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വലിച്ചിടരുത്, സംഗതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കുക. അങ്ങനെ വരുമ്പോൾ പറയേണ്ട സന്ദർഭങ്ങളിൽ പറയുകയും പറയേണ്ടാത്ത സന്ദർഭങ്ങളിൽ പറയാതിരിക്കുകയും ചെയ്യണം. അതാണ് ഔചിത്യം എന്ന് പറഞ്ഞ ഗുണം. അതുപോലെ ഭാഷയ്ക്കും ഔചിത്യമില്ലായ്മയുണ്ട്. ഔചിത്യമില്ലാത്ത സമയത്ത് നമ്മൾ ചില വാക്കുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദോഷം വരുത്തിവെക്കും. അപ്പോൾ ഔചിത്യബോധം നമ്മൾ വളർത്തിയെടുക്കണം. ഭാഷ സംസാരിക്കുമ്പോൾ, വാക്കുകൾ പറയുമ്പോൾ ഔചിത്യബോധം പ്രധാനപ്പെട്ടതാണ്. ലയം ഉണ്ടായിരിക്കണം. ചേർച്ചയുള്ള വാക്കുകളെ പറയാവൂ, ചേർച്ചയില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കരുത്. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് അമീ വചസഹ ഗുണാഹ, ഇവയാണ് വാക്കിൻ്റെ ഗുണങ്ങളെന്ന് ഗുരു പറയുന്നത്. അപ്പം നമ്മളുടെ വാക്കിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗുരു തരുന്ന ഈ ഉപദേശങ്ങളെ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് സ്വാംശീകരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. കാലക്രമത്തിൽ ഇപ്പോൾ അനാകർഷകമായി സംസാരിക്കുന്ന നിങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ സംസാരിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളെ വിളിച്ചിരുത്തി ഒരു പുസ്തകത്തിൻ്റെ ഒരു ഖണ്ഡിക വായിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ വായനയിൽ നിന്ന് ഊഹിച്ചെടുക്കാം അയാൾ എത്ര ആകർഷകമായി വായിക്കുന്നു, എത്ര അനാകർഷകമായി വായിക്കുന്നു, ഏത് പദങ്ങളിലാണ് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത്, ഉച്ചാരണശുദ്ധി എത്രമാത്രമുണ്ട്, അർത്ഥബോധം എത്രമാത്രമുണ്ട്, ഔചിത്യം എത്രമാത്രമുണ്ട്, ലയം എത്രമാത്രമുണ്ട് എന്നൊക്കെ നമുക്ക് അയാളുടെ വായനയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളിലും അവരുടെ ഭാഷയുടെ സ്വീറ്റ്നെസ്, മാധുര്യം, അതുപോലെ ലയം, ഔചിത്യം ഇതൊക്കെ വളർത്തിയെടുക്കണം പറഞ്ഞു കൊടുത്തിട്ട്. കാരണം ഇന്ന് ലോകം വളരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരുന്നു എന്നുകൂടിയാണ്. ആധുനിക ലോകത്തെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആശയവിനിമയത്തിൻ്റെത്. ആശയവിനിമയ മേഖലകളിൽ ദാരിദ്ര്യം നമുക്കുണ്ടാകാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ശാരീരിക ആവശ്യമെങ്കിലും തുറന്ന് സംസാരിക്കാൻ കഴിയണം. ആശയത്തിൻ്റെ തലത്തിൽ ആ കമ്മ്യൂണിക്കബിലിറ്റി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ കാലക്രമത്തിൽ നമുക്ക് ഏറെക്കുറെയൊക്കെ നമ്മുടെ ആന്തരികതയുടെ വികാരമണ്ഡലങ്ങളെ കൂടുതൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. അത് ഭാഷയുടെ ഒരു സാധ്യതയാണ്. പ്രത്യേകിച്ചും ഉപനിഷത്തുക്കൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ സൂക്ഷ്മമായ തത്വങ്ങളെ ഭാഷയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഇതൊക്കെ നാം മനസ്സിലാക്കണം. ഗുരു പറയുന്നു വാക്ശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇത്രേ കാര്യം: സുവ്യക്തി ഉണ്ടായിരിക്കണം, ശബ്ദമാധുര്യം ഉണ്ടായിരിക്കണം, വാക്കുകളുടെ സ്ഫുടമായ ഉച്ചാരണം ഉണ്ടായിരിക്കണം, ഔചിത്യമുണ്ടായിരിക്കണം, ലയമുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ശ്ലോകം